ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാൾട്ടി എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ഉദയനും സുഹൃത്തുക്കളായ കുമാരൻ, രമേശും മണിയും ചേർന്നിട്ട് ഉത്സവത്തിന്റെ അന്ന് രാത്രിയിൽ ഒരാളുടെ വീട്ടിൽ കയറി അയാളെ വെട്ടിക്കൊന്ന ശേഷം ആരും കാണാതെ ഉത്സവത്തിൽ തന്നെ വന്ന് പങ്കെടുക്കുന്നതാണ്. അവർ മുഖം മറിച്ചിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ഇവർ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കഥ ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 6 മാസങ്ങൾക്ക് മുൻപ് കോളനിയിലെ കുറച്ച് കുട്ടികളാകട്ടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു വലിയ വീട്ടിലേക്ക് വരുന്നു. അവർ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇവരോട് കാശ് ചോദിക്കുന്നു. അവിടെയുള്ള ആൾക്കാരാകട്ടെ ഈ കുട്ടികളെ കളിയാക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടികളുടെ ഒരാൾ വീഴാൻ തുടങ്ങുകയും ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കരിയാകട്ടെ അവിടുത്തെ ഭിത്തിയിൽ പതിയുകയും ചെയ്തു. അതിന് ഈ കുട്ടികളെ ഈ വീട്ടിലുള്ള ആൾക്കാർ അടിക്കുന്നു. ഈ സംഭവം അറിഞ്ഞിട്ട് നമ്മുടെ നായകനായ ഉദയനും കൂട്ടരും ഈ വീട്ടിലേക്ക് വരികയും ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് ആ വീടിന്റെ പല ഭാഗങ്ങളിലും കരിവാരിത്തേക്കുന്നു. അവർ പോലീസിനെ വിളിക്കുന്നു. സംഭവം ആകെ വഷളായി. എന്നാൽ എന്നിട്ടും ഉദയന്റെയും കൂട്ടരുടെയും പക തീർന്നില്ല. ബാക്കിയുള്ള ഒരുപാട് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന് കറുത്ത കളർ വെള്ളം നിറച്ച ബലൂണുകൾ വീട്ടിലേക്ക് എറിയുകയും ചെയ്തു. ആ വീട് മുഴുവൻ നശിച്ചു. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമായിരുന്നു. ഈ 4 പേരും നല്ല കബഡി പ്ലേയേഴ്സും ആയിരുന്നു. പഞ്ചമി എന്നായിരുന്നു അവരുടെ ഗ്രൂപ്പിന്റെ പേര്. അവർ ഈ പ്രാവശ്യം കളിച്ചു തോപ്പിക്കുന്നതാകട്ടെ പോർത്താമര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയായിരുന്നു. ഇവരുടെ കൂട്ടത്തിലെ കുമാറാകട്ടെ എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നവനാണ്. അത് കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കുമായിരുന്നു. ഉദയന്റെ ഇറച്ചിവെട്ട് കടയുണ്ട്. അവന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവർ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ചെയ്യുകയും കൂട്ടത്തില് കബഡി കളിക്കുകയും ചെയ്യും. മാർക്കറ്റില് പൂവിക്കുന്ന കാവേരിയെ നമ്മുടെ ഉദയൻ ഇഷ്ടമായിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മാർക്കറ്റിൽ ഒരാൾക്ക് ഇറച്ചി കൊടുക്കാനുള്ള വ്യാജേന അവൻ പോവുകയും കാവേരി തന്നെ നോക്കുകയും ചെയ്യും. അവൻ തന്നെ നോക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം തന്നെ കാവേരിക്കും അറിയാം. എന്നാൽ ഇവർ പരസ്പരം അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഇനിയാണ് ഈ മൂവിയിലെ മെയിൻ വില്ലനായ പോർത്താമരി ഭൈരവനെ കാണിക്കുന്നത്. അയാൾ ഒരു ഫിനാൻസ് നടത്തുന്നുണ്ട്. വലിയ പലിശയ്ക്കായിരുന്നു അയാൾ ആൾക്കാർക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നത്. പണം തിരിച്ചടിച്ചില്ലെങ്കിൽ പണം വാങ്ങിയ ആളെ തട്ടിക്കൊണ്ടുവരികയും ഒരുപാട് അടിക്കുകയും ചെയ്യും. എന്നിട്ട് തുണിയില്ലാതെ അയാളുടെ കുടുംബത്തിന്റെ മുന്നിലേക്ക് എടുത്തിടും. അയാളെ നാണം കെടുത്തും. കൊള്ള പലിശയായിരുന്നു ഇയാൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് കാരണം ചെറിയ കാശ് വാങ്ങിയവര് പോലും വലിയ തുക തിരിച്ചടക്കേണ്ടി വരും. പക്ഷേ അയാൾക്ക് കബഡിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അയാളുടെ സുഹൃത്തായ മൂർത്തി എന്ന് പറയുന്ന ഒരാളാണ് ഈ പോർത്താമര ഗ്രൂപ്പിന്റെ കബഡി ടീമിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം തന്റെ ടീം പഞ്ചമി ടീമുമായിട്ട് തോറ്റുപോരോ അറിഞ്ഞ് അയാൾക്ക് ദേഷ്യം വരുന്നു. ആ സമയം മറ്റൊരിടത്ത് വേറൊരു കബഡി ടീമിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. പ്രദീപ് എന്ന് പറയുന്ന ഇവനാണ് ആ ടീമിലെ മെയിൻ കളിക്കാരൻ. ഈ പ്രദീപും ഭൈരവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് വാങ്ങിയ കാശിന്റെ പലിശ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. കളിച്ചു കിട്ടിയ കാശിൽ നിന്നും കുറച്ച് കാശെടുത്ത് തൽക്കാലം ഭൈരവന്റെ ആൾക്കാരെ പ്രദീപൻ പറഞ്ഞുവിട്ടു. എന്നാൽ പ്രദീപന്റെ സഹോദരിയാണ് കാവേരി. ചേട്ടൻ ഇങ്ങനെ കാശ് വാങ്ങുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് കാരണം അവൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയാണ് ഈ സിനിമയിലെ മറ്റൊരു ഫിനാൻസ് നടത്തുന്ന സോഡാ ബാബു എന്ന് പറയുന്ന ആളെ കാണിക്കുന്നത്. ഭൈരവനെ പോലെ തന്നെ ഇവനും കൊള്ള പലിശയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഭൈരവന് വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ഈ സോഡാ ബാബു. കൂടുതലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു അയാൾ കാശ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇയാൾക്ക് ഒരു കബഡി ടീമുണ്ട്. ഷോ ബോയ്സ് എന്നാണ് അതിന്റെ പേര്. ഒരു ദിവസം കുമാർ വന്ന് ഉദയനും കൂട്ടരോടും പറയുന്നുണ്ട് സോഡാബാബുവിന്റെ ടീമിലേക്ക് കുറച്ച് ആൾക്കാരെ അയാൾ എടുക്കുന്നുണ്ട്. അയാളുടെ ടീമിൽ കളിക്കുകയാണെങ്കിൽ ഒരു കളിക്ക് 10,000 രൂപ വെച്ച് കിട്ടുമെന്ന്. പഞ്ചമി ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റിയത് കാരണം അവർക്ക് ഈ പ്രാവശ്യം ഒരുമിച്ച് കളത്തിലിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഉദയൻ പറയുന്നുണ്ട് ഈ സോഡാബാബുവിന്റെ ടീമിലൊന്നും പോയി കളിക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ കുമാറിന് നിർബന്ധമായിരുന്നു. കാരണം അവനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തുക കിട്ടുമല്ലോ. അവൻ ഏകദേശം സോഡാബാബുവിന് വാക്കും കൊടുത്തിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭൈരവന്റെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഭൈരവന്റെ പോർത്താമര ടീമിനെയാണല്ലോ ഇവർ അവസാനമായിട്ട് തോൽപ്പിച്ചത്. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വന്ന് ഉദയനെയും കൂട്ടരെ അടിക്കുന്നു. പക്ഷെ ഉദയനും കൂട്ടരും തിരിച്ചടിക്കുന്നുണ്ട്. കളിയിൽ തോറ്റിന് ഇങ്ങനെ വന്ന് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഉദയനും കൂട്ടരും ഭൈരവനെ കാണാൻ വരുന്നു. ആ സമയം കബഡി കാര്യങ്ങളെല്ലാം നോക്കുന്ന മൂർത്തി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ആരുടെ അറിവില്ലാതെയാണ് ഈ ടീമിലെ പയ്യന്മാര് നിങ്ങളെ അടിച്ചതെന്ന് ഭൈരവനും പറയുന്നുണ്ട്, മൂർത്തിയും പറയുന്നുണ്ട്. കൂടാതെ ഇവന്മാര് തന്റെ ആൾക്കാരെല്ലാം തല്ലി തോപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഉദയനെയും കൂട്ടരെയും ഭൈരവൻ ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ അയാൾ പറയുന്നു. നിങ്ങൾ എന്റെ ടീമിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 ഇരട്ടി കാശ് തരാം. പക്ഷെ ഓൾറെഡി സോഡാബാബുവിന്റെ ഷോ ബോയ്സിൽ പോയി കളിക്കാമെന്ന് കുമാർ സോഡാബാബുവിന് വാക്കു കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ട് ഉദയൻ ആദ്യം നോ പറഞ്ഞു. എന്നാൽ കുമാറിന്റെ കാശിനോടുള്ള ആർത്തി കാരണം കുമാർ ഭൈരവനോട് ഓക്കെ പറയുന്നു. 3 ഇരട്ടി കാശ് തരുമെങ്കിൽ തങ്ങൾ കളിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ഉദയൻ കുമാറിനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് സോഡാബാബുവിന് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ലോ എന്ന്. അതൊന്നും സാരമില്ല, അയാളോട് ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് എന്തായാലും കാശ് കൂടുതൽ കിട്ടുന്ന ആളുടെ കൂടെ നിന്ന് കളിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. വേറെ നിവൃത്തിയില്ലാതെ കുമാർ എന്ത് പറയുന്നോ അത് കേൾക്കാമെന്ന് കരുതി ഉദയനും ബാക്കിയുള്ളവരും പോർത്താമര ടീമിൽ കളിക്കാമെന്ന് സമ്മതിച്ചു. ഇനി ഈ സോഡാബാബുവും ഭൈരവനും അല്ലാതെ ഇവർക്ക് 2 പേർക്കും മറ്റൊരു എതിരാളി കൂടി ഉണ്ടായിരുന്നു. ജീമ എന്നാണ് ആ ലേഡിയുടെ പേര്. അവരും ഫിനാൻസ് നടത്തുന്ന ആളായിരുന്നു. അവിടെ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഈ 3 ആൾക്കാരും വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അത് തങ്ങളുടെ പേരിലാക്കണമെന്നാണ് ഈ 3 പേരും കരുതിയിരുന്നത്. ജീമ കൂടുതലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായിരുന്നു കാശ് കടം കൊടുത്തുകൊണ്ടിരുന്നത്. പലിശ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കും. അങ്ങനെ കബഡി മത്സരത്തിന്റെ ടൈമായി. പോർത്താമര ടീമിലാണ് ഉദയനും കൂട്ടരും മത്സരിക്കുന്നത്.
സോഡാബാബുവിന്റെ ഷോ വോയിസിലായിരുന്നു ഈ പ്രാവശ്യം ഉദയൻ ഇഷ്ടപ്പെടുന്ന കാവേരിയുടെ സഹോദരൻ പ്രദീപ് ഉണ്ടായിരുന്നത്. മാച്ച് കാണാൻ കാവേരിയും വന്നിട്ടുണ്ടായിരുന്നു. അവളെ പെട്ടെന്ന് അവിടെ കണ്ടതും ഉദയന്റെ ശ്രദ്ധ പോയി. അവൻ തോക്കുമെന്നൊരു ഘട്ടമെത്തി. എന്നാൽ അവസാനം എങ്ങനെയൊക്കെയോ അവൻ കഷ്ടപ്പെട്ട് ജയിച്ചു. കളി കഴിഞ്ഞതും കാവേരിയോട് പോയി അവൻ സംസാരിക്കുന്നുണ്ട്. കുറച്ചു ദിവസങ്ങളായിട്ട് അവൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്താ വരാത്തതെന്ന് അവൾ ചോദിക്കുന്നു. അതോടെ അവന് മനസ്സിലായി താൻ അവളെ ഇഷ്ടപ്പെടുന്ന കാര്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. അതുപോലെ അവളും അവനെ തിരിച്ച് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾ അവനോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. പലയിടങ്ങളിലും വെച്ചും ഇവർ കാണാറുണ്ട്. പക്ഷെ അപ്പോഴും പ്രദീപ് അവളുടെ ചേട്ടനാണെന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ സോഡാബാബു ആകട്ടെ ഭൈരവന്റെ കുറച്ച് ആൾക്കാരെ അടിച്ചിട്ട് അവരുടെ ജീപ്പ് എടുത്തുകൊണ്ടുപോയി. കളിയിൽ തോറ്റതിനുള്ള ദേഷ്യമായിരുന്നു സോഡാബാബുവിന്. ഈ സംഭവം അറിഞ്ഞിട്ട് ഉദയനും കൂട്ടരും ഭൈരവനെ കാണാൻ വരുന്നു. കുമാർ പറയുന്നുണ്ട് തങ്ങള് വേണമെങ്കിൽ പോയി സോഡാബാബുവിനോട് സംസാരിച്ച് കോംപ്രമൈസ് ആക്കി ജീപ്പ് തിരിച്ചു കൊണ്ടുവരാമെന്ന്. എന്നാൽ അത് അടിയിലെ അവസാനിക്കുമെന്ന് ഭൈരവൻ അറിയാമായിരുന്നു. എന്നാലും കുമാർ തങ്ങളൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സോഡാബാബുവിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. പലതവണ ഉദയൻ അവനോട് പറഞ്ഞതാണ് ഇത് പ്രശ്നമാകുമെന്ന്. എന്നാൽ കുമാർ കേട്ടില്ല. അവിടെ പോയി സോഡാബാബുവിനോട് ഇവർ സംസാരിക്കുന്നുണ്ട്. ഭൈരവന്റെ ജീപ്പ് തിരിച്ചു തരണമെന്ന് പറയുന്നു. എന്നാൽ സോഡാബാബുവും കൂട്ടരും അവരുമായിട്ട് തല്ലുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരെ എല്ലാവരും തല്ലി തോപ്പിച്ചിട്ട് ഉദയനും കൂട്ടരും ആ വണ്ടിയുമായിട്ട് തിരിച്ചെത്തി. അതോടുകൂടി ഭൈരവന് അവരോട് കുറച്ചുകൂടി ഇഷ്ടം കൂടി. തന്റെ ആൾക്കാര് സോഡാബാബുവിന്റെ കയ്യിൽ നിന്ന് തല്ലും കിട്ടിയിട്ടാ വന്നത്. പക്ഷെ ഉദയനും കൂട്ടരും അവരെ തല്ലി തോപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കൂടിക്കൊള്ളാൻ ഭൈരവൻ പറയുന്നു. അയാൾ ഉടനെ തന്നെ പോർത്താമര എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്ക് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം ഉദ്ഘാടനം ഉണ്ടാകും. ഉദയനും കൂട്ടർക്കും അവർ തിരിച്ചു കൊണ്ടുവന്ന ആ ജീപ്പ് അയാൾ സമ്മാനമായിട്ട് നൽകി. പക്ഷേ മൂർത്തിക്ക് ഭൈരവന്റെ ഈ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. കബഡിയിൽ നല്ല കഴിവുള്ള ഈ പയ്യന്മാരെ ഗുണ്ടകളെ പോലെ ആക്കി മാറ്റുകയായിരുന്നു ഭൈരവൻ. ഭൈരവന്റെ അടുത്ത് നിന്നും കാശ് കടം വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ കയ്യിൽ നിന്ന് കറക്റ്റ് സമയത്ത് പലിശ വാങ്ങുകയും ചെയ്യുന്ന ജോലിയെല്ലാം തന്നെ ഉദയനും കൂട്ടരെ അയാൾ ഏൽപ്പിച്ചു. ഭൈരവന്റെ കൂടെ കൂടിയതോടുകൂടി ഉദയനും കൂട്ടരും എപ്പോഴും ബിസിയായിരുന്നു. കാവേരി കാണാൻ പോലും അവന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉദയൻ ഇങ്ങനെ നടക്കുന്നത് കാവേരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജീമയെ പറ്റിച്ചുകൊണ്ട് സോഡാബാബു ആകട്ടെ തർക്കത്തിലുള്ള ആ സ്ഥലം കള്ളത്തരത്തിലൂടെ നേടിയെടുത്തു. എന്നാൽ അത് താൻ തിരിച്ച് എങ്ങനെയെങ്കിലും നേടിയെടുക്കുമെന്ന് ജീമ അയാളെ വെല്ലുവിളിക്കുന്നു. ഭൈരവന്റെ അടുത്ത് നിന്നും കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കാരണം പ്രദീപനെയും അയാളുടെ ആൾക്കാർ കൊണ്ടുവരികയും മർദ്ദിക്കുകയും ചെയ്തു. അവന്റെ ഭാര്യയും മകളും വന്നപ്പോൾ പ്രദീപനെ തുണിയില്ലാതെ അവരുടെ മുന്നിലേക്ക് എടുത്തിടുന്നു. ആ സമയം ഉദയനും കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത് കാരണം പ്രദീപൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കബഡി പ്ലെയറായ പ്രദീപനെ ഉദയനും കൂട്ടർക്കും അറിയാം. ഭൈരവൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉദയന് തോന്നി. എന്നാൽ കുമാർ ഉദയനെ തടയുന്നു. നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുന്നു. കാശ് തിരിച്ചടിക്കാൻ അയാൾ കുറച്ച് സമയം കൊടുത്തിട്ടാണ് ഉദയനെയും ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇത്ര ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടത് കാരണം ഉദയൻ ആകെ സങ്കടത്തിലായിരുന്നു റോഡ് മുറിച്ച് കടന്നത്. അവനെ അവിടെ വെച്ച് വണ്ടി ഇടിച്ചു. അവന്റെ കാലിലൂടെ വണ്ടി കയറി ഇറങ്ങി. നല്ല പരുക്കുണ്ടായിരുന്നു. ഉദയനും കൂട്ടരും ചേർന്നിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടേക്ക് കാവേരി വന്നപ്പോഴാണ് അവന് മനസ്സിലായത് പ്രദീപൻ കാവേരിയുടെ സഹോദരനാണെന്ന്. അതോടെ ഉദയന് വല്ലാത്ത കുറ്റബോധം തോന്നാൻ തുടങ്ങി. ആ സമയം അവിടെ താൻ ഉണ്ടായിരുന്നിട്ടും പ്രദീപനെ ഹെൽപ്പ് ചെയ്യാൻ താൻ ശ്രമിച്ചില്ലല്ലോ എന്ന് അവന് തോന്നി. ആ സംഭവത്തിന് ശേഷം ഉദയൻ കുമാറിനോടും മണിയോടും രമേശിനോടും പറയുന്നുണ്ട് നമുക്ക് ഈ പരിപാടിയെല്ലാം നിർത്താം. അത് കാവേരിയുടെ സഹോദരനായിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോ കഴിയുന്നില്ല. നമ്മളെല്ലാം കബഡി പ്ലെയേഴ്സ് ആണ്. ഒരു പ്ലെയറിനോട് ഭൈരവൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണമായിരുന്നു. എന്നാൽ കുമാർ പറയുന്നുണ്ട് എനിക്ക് ആ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ വയ്യ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കാശ് കയ്യിൽ കിട്ടുന്നുണ്ട്. ഇനി ഭൈരവന്റെ കൂടെയുള്ള ഈ പണിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിൽ കാശുണ്ടാകില്ല. രമേശും മണിയും ഉദയം പറഞ്ഞതിനോട് യോജിച്ചെങ്കിലും കുമാർ മാത്രമായിരുന്നു എതിർത്തു നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് ഈ ഫിനാൻസ് നടത്തുന്നവരെയെല്ലാം തന്നെ റെയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റെയ്ഡിൽപ്പെട്ട് ജീമയ്ക്കും സോഡാബാബുവിനും ഒരുപാട് പണം നഷ്ടപ്പെട്ടു. പക്ഷേ മുകളിലുള്ള ആൾക്കാരെയൊക്കെ സ്വാധീനം ചെലുത്തി പോർത്താമര ഭൈരവൻ ഈ റെയ്ഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭൈരവൻ പ്രദീപനെ ടോർച്ചർ ചെയ്യുകയും നാണം കെടുത്തുകയും ചെയ്തത് കാരണം കാവേരി പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ള പലിശയായിരുന്നല്ലോ അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കേസ് നിലവിൽ കിടക്കുമ്പോൾ അയാൾക്ക് അവിടെ ബാങ്ക് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണമെന്ന് കാവേരിയോട് പറയാൻ വേണ്ടിയിട്ട് ഭൈരവൻ പറഞ്ഞു വിടുന്നത് കുമാറിനെയാണ്. കുമാർ പോയി കാവേരിയോട് സംസാരിച്ചെങ്കിലും അവൾ കേൾക്കുന്നില്ല. എന്തൊക്കെ വന്നാലും കേസ് പിൻവലിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ഡയറക്റ്റ് ഭൈരവനോട് പറയാൻ വേണ്ടിയിട്ട് അവൾ അവിടേക്ക് വരുന്നു. ആ സമയം ഉദയനും കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. അവള് പോയി ഭൈരവനോട് സംസാരിക്കുന്നു. എന്നാൽ ഭൈരവൻ പറയുന്നുണ്ട് 7 ലക്ഷം രൂപയാണ് നിന്റെ സഹോദരൻ ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പലിശ എല്ലാം കൂടി ചേർത്തിട്ട് 16 ലക്ഷം രൂപയായി. എന്നാൽ ഇത് കള്ളക്കണക്കാണെന്ന് അവള് പറയുന്നുണ്ട്. താൻ കേസ് പിൻവലിക്കില്ല എന്നും പറയുന്നു. പക്ഷേ കേസ് പിൻവലിക്കുന്ന പേപ്പറിൽ അവൾ ഒപ്പിട്ടേ പറ്റൂന്ന് പറഞ്ഞ് അവർ നിർബന്ധം പിടിക്കുന്നു. അവളെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുവരെയും കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു ഉദയൻ. അവസാനം അവളെ ഉപദ്രവിക്കുന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഉദയൻ റിയാക്ട് ചെയ്യുന്നു. എല്ലാവരെ അടിച്ചിട്ട് അവളെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ അടിപിടിക്കിടെ അറിയാതെ ഉദയന്റെ കൈയാകട്ടെ ഭൈരവന്റെ മുഖത്തും കൊള്ളുന്നുണ്ട്. അതോടെ സംഭവം വഷളായെന്ന് അവർക്ക് മനസ്സിലായി. വേറെ നിവൃത്തിയില്ലാതെ ഉദയനും കൂട്ടരും കാവേരിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുമാറിനും അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലാന്ന് പറഞ്ഞിട്ട് കുമാറും തൽക്കാലം അവിടെ നിന്ന് കൂട്ടുകാരുടെ കൂടെ ഓടിപ്പോയി. പക്ഷെ തന്നെ അടിച്ചവരെ വെറുതെ വിടാൻ പാടില്ലാന്ന് ഭൈരവൻ
ഭൈരവന്റെ മനസ്സിലുണ്ടായിരുന്നു. കാവേരിയെ സേഫാക്കി അവളുടെ വീട്ടിൽ വിട്ട ശേഷം ഉദയൻ നേരെ പോകുന്നത് തന്റെ വീട്ടിലേക്കാണ്. തന്റെ അമ്മയെ തൽക്കാലം ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ ആ സമയം കുമാറിനെ ജീമ വിളിക്കുന്നുണ്ട്. കുമാറിന്റെ മുന്നിലേക്ക് അവരൊരു ഓഫർ വെക്കുകയായിരുന്നു. ഓൾറെഡി നിങ്ങൾ സോഡാബാബുമായിട്ട് പ്രശ്നമുണ്ടാക്കി, ഇപ്പോൾ ഭൈരവന് നിങ്ങൾക്കെതിരാണ്. ഇനിയിപ്പോ ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളൂ. ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്നും മാറി സേഫ് ആയിട്ടൊരിടത്ത് നിന്നാ മതി. അതിനുള്ള സെറ്റപ്പ് താൻ ഉണ്ടാക്കി തരാം. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് ജീമ പറയുന്നു. എന്നാൽ കുമാറിന് ഒന്നുകൂടി ആലോചിക്കണമെന്ന് പറയുന്നു. ഉദയനും കൂട്ടരും ഇതിന് സമ്മതിക്കുമെന്ന് അറിയില്ല. പക്ഷെ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു പ്ലാൻ ഇടുന്നു. സോഡാബാബുവിന്റെ കൂട്ടത്തിലൊരാള് ജീമയുടെ ആളായിരുന്നു. വിക്കി എന്നാണ് അവന്റെ പേര്. ഉദയൻ തന്റെ അമ്മയെ സേഫായിട്ട് വണ്ടി കയറ്റി വിടാൻ നേരത്ത് ഈ വിക്കി പോയി ഉദയന്റെ അമ്മയെ വെട്ടുന്നു. ഇത് കണ്ട് പേടിച്ചുപോയ ഉദയനാകട്ടെ പെട്ടെന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഭൈരവന്റെ ആൾക്കാരായിരിക്കാം തന്റെ അമ്മയെ ഉപദ്രവിച്ചതെന്നാണ് അവൻ ആദ്യം കരുതുന്നത്. അവന്റെ അമ്മ അപകടനില തരണം ചെയ്തു. ആ സമയത്ത് കുമാർ അവിടേക്ക് വന്ന് അവനോട് പറയുന്നുണ്ട് അമ്മയെ ആക്രമിച്ചത് സോഡാബാബുവിന്റെ ആളായിട്ടുള്ള ആ വിക്കിയാണെന്ന്. ആ സമയമാണ് അമ്മയെ ആക്രമിച്ച ആളെ സോഡാബാബുവിന്റെ ഗ്യാങ്ങിൽ താൻ കണ്ടിട്ടുണ്ടെന്ന് ഉദയന് ഓർമ്മ വരുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ജീമയാണെന്ന് അവന് മനസ്സിലായതേയില്ല. തൽക്കാലം അമ്മയുടെ അടുത്ത് കാവേരിയെ നിർത്തിയ ശേഷം സോഡാബാബുവിനോടും കൂട്ടരോടും പകരം ചോദിക്കാൻ ഉദയനും കൂട്ടരും ഇറങ്ങിത്തിരിക്കുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ജീമയുണ്ടെന്ന് കുമാർ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് രാത്രിയില് സോഡാബാബുവിന്റെ വീട്ടിൽ കയറി ഇവർ 4 പേരും ചേർന്നിട്ട് സോഡാബാബുവിനെ വെട്ടിക്കൊല്ലുന്നു. അതിനുശേഷം ഇവർ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു. ആ സമയം പുറത്തിരുന്ന ഇവരുടെ ബൈക്ക് ഓടിച്ചിട്ടുകൊണ്ട് ഭൈരവന്റെ ആൾക്കാർ പോകുന്നുണ്ട്. തങ്ങളിവിടെ ഒട്ടും സേഫ് അല്ലാന്ന് അവർക്ക് മനസ്സിലായി. ഭൈരവനിട്ടൊരു പണിയും കൊടുത്തിട്ട് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാനായിരുന്നു അവരുടെ പ്ലാൻ. പിറ്റേന്ന് ഭൈരവന്റെ ബാങ്കിന്റെ ഉദ്ഘാടനമാണ്. ഉദയനും കൂട്ടരും ആ ബാങ്കിൽ മുഴുവൻ കരി നിറച്ച ബലൂൺസ് അറിഞ്ഞു. ആ ബാങ്ക് മുഴുവൻ നശിച്ചു. ഉദ്ഘാടനമായിട്ട് ഈ അവസ്ഥ കണ്ടതും ഭൈരവന് ദേഷ്യം വരുന്നു. കാരണം അത് അയാളുടെ സ്വപ്നമായിരുന്നു. പക്ഷെ അയാൾ തോറ്റു പിന്മാറിയില്ല. അങ്ങനെ തന്നെ ആ ബാങ്ക് അയാൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദയനും കൂട്ടരും ജീമ ഏർപ്പാടാക്കിയ ഒരു ലോഡ്ജിലായിരുന്നു ഉണ്ടായിരുന്നത്. ജീമ വന്നവരെ കണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങളെ തൽക്കാലം കന്യാകുമാരിയിലേക്ക് പറഞ്ഞുവിടാനുള്ള ഏർപ്പാട് താൻ ചെയ്തിട്ടുണ്ട്. അതുവരെ സേഫ് ആയിട്ട് ഇവിടെ ഇരുന്നാൽ മതിയെന്ന്. ചെലവിന് ആവശ്യമായ പണവും കുമാറിന്റെ കയ്യിൽ ജീമ കൊടുക്കുന്നു. പക്ഷെ അമ്മയും കാവേരിയെല്ലാം ഇവിടെ ഉള്ള സമയത്ത് ഇവരെല്ലാം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ ഉദയന് സമ്മതമായിരുന്നില്ല. തൽക്കാലം ഭൈരവൻ അറിയാതെ അമ്മയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും അത്ര സേഫ് അല്ലാന്ന് അവൻ അറിയാം. അതിന്റെ പേരിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കുമാറിന് ജീമയുടെ കോള് വരുന്നു. ഭൈരവനും കൂട്ടരും നിങ്ങൾ ഈ ലോഡ്ജിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ. നിന്നെ മാത്രം രക്ഷിക്കാനേ എനിക്ക് സാധിക്കൂ. ബാക്കി 3 പേരെയും എന്തായാലും ഭൈരവൻ ഉപദ്രവിക്കും. കുമാറിന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ആ സമയം ഉദയന് ഭൈരവന്റെ കൂടെയുള്ള മൂർത്തിയുടെ കോള് വരുന്നു. ഇവരുടെ കബഡി കാര്യങ്ങളെല്ലാം അയാളായിരുന്നല്ലോ നോക്കിയിരുന്നത്. അതുകൊണ്ട് ഇവരോട് സ്നേഹം അയാൾക്കുണ്ടായിരുന്നു. ഭൈരവൻ നിങ്ങൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചുവെന്നും എത്രയും പെട്ടെന്ന് സേഫായിട്ട് അവിടെ നിന്ന് മാറണമെന്നും മൂർത്തി ഉദയനോട് പറയുന്നു. കൂടാതെ നിങ്ങളുടെ കൂട്ടത്തിലൊരാള് നിങ്ങളെ ചതിക്കുന്നുണ്ടെന്നും പറയുന്നു. അത് കുമാറാകാൻ ചാൻസ് ഉണ്ടെന്ന് ഉദയന് മനസ്സിലായി. കാരണം അവൻ മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം അകത്തേക്ക് ചെന്ന് അവൻ കുമാറിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കുമാർ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഭൈരവന്റെ ആൾക്കാർ അവിടേക്ക് കയറി വരുന്നു. ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇവരെല്ലാവരും പല വഴിക്ക് ഓടി. ഭൈരവൻ ആദ്യം കൈയോടെ പിടിക്കുന്നത് കുമാറിനെയും രമേശിനെയുമായിരുന്നു. എന്നാൽ ജീമ വിളിച്ചു പറഞ്ഞത് പ്രകാരം കുമാറിനെ വെറുതെ വിടാൻ ഭൈരവൻ തീരുമാനിക്കുന്നു. പക്ഷേ രമേശിനെ കൊല്ലുകയും ചെയ്തു. തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പോലും കുമാർ ശ്രമിച്ചില്ല. ഇത് കണ്ടുകൊണ്ടുവന്ന ഉദയനും ആകെ തകർന്നുപോയി. മണിയെങ്കിലും രക്ഷിക്കാൻ ഉദയൻ ശ്രമിച്ചു. എന്നാൽ ഭൈരവൻ മണിയെയും കൊന്നു. ഒടുവിൽ ബാക്കിയായത് കുമാറും ഉദയനും മാത്രമായിരുന്നു. കുമാർ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോയി. ഉദയൻ ഒറ്റയ്ക്ക് ഭൈരവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. തന്റെ കൂട്ടുകാരെ കൊന്ന ദേഷ്യത്തില് ഉദയനാകട്ടെ ഭൈരവനെ അടിക്കുകയും അയാൾ മറ്റുള്ളവരോട് ചെയ്യുന്ന പോലെ അയാളുടെ തുണി ഉരിഞ്ഞ ശേഷം അയാളെ കൊല്ലുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കുമാർ അവിടേക്ക് വന്നത്. കൂടെ നിന്ന് ചതച്ചത് കാരണം ഉദയന് കുമാറിനോട് ദേഷ്യമായിരുന്നു. ആ സമയം ഭൈരവന്റെ കൂടെയുള്ള ആൾക്കാര് ഉദയന്റെ കഴുത്തിൽ വന്ന് കത്തിവെക്കുന്നുണ്ട്. ഭൈരവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഉദയൻ പറയുന്നുണ്ട് നിങ്ങൾ ആ കുമാറിനെ കൊന്നുകളഞ്ഞേക്കാൻ എനിക്കൊരു പ്രശ്നമില്ലാന്ന്. പക്ഷെ നിങ്ങളുടെ ഭൈരവനെ ഓൾറെഡി ഞാൻ കൊന്നുവെന്ന്. അത് കണ്ടതും അവര് തകർന്നുപോയി. അവര് ഭൈരവന്റെ മൃതദേഹത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഉദയന് കുമാറിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാരനായി പോയതുകൊണ്ട് അവന് കൊല്ലാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ കൂട്ടുകാരില്ലാത്ത സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോവുകയായിരുന്നു. ഇനി ഒരു തവണ കൂടി നീ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയുന്നു അവൻ പറയുന്നു. ആ സമയം പോലീസ് അവിടേക്ക് വരുന്നു. എന്നാൽ കുമാർ ഉദയനെ കാട്ടിക്കൊടുക്കുന്നില്ല. അവന്റെ പേര് പറയുന്നുമില്ല. ഇവിടെ നടന്ന പ്രശ്നങ്ങളുടെ എല്ലാം ചുമതല കുമാർ ഏറ്റെടുക്കുന്നു. താനാണ് ഭൈരവനെ കൊന്നതെന്നും പറഞ്ഞു. അതോടുകൂടി ഉദയന്റെ പേരിൽ ഒരു കേസും വന്നില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ജീമയോട് അവൻ പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷ പോലെയൊന്നും അല്ല നടന്നത്. ഉദയൻ രക്ഷപ്പെട്ടു. അവൻ ഭൈരവനെ കൊന്നു. ഇത് കേട്ടതോടുകൂടി ജീമയ്ക്ക് കുറച്ച് സന്തോഷം തോന്നി. ജീമ വിചാരിച്ചത് ഭൈരവൻ ഈ പിള്ളാരെയൊക്കെ തീർക്കുന്നാണ്. പക്ഷെ ഭൈരവനെ തന്നെ ഇവർ കൊന്നിരിക്കുന്നു. ഇപ്പോൾ സോഡാബാബു ഇല്ല, ഭൈരവനും ഇല്ല. ഇനി എല്ലാ പവറും തന്റെ കയ്യിലാണെന്ന് ജീമയ്ക്ക് മനസ്സിലായി. കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അധികകാലമൊന്നും ജയിലിൽ കഴിയാൻ ജീമ അനുവദിച്ചില്ല. 1 വർഷത്തിനുള്ളിൽ അവനെ പുറത്തിറക്കി. ഇപ്പോൾ ജീമയുടെ വിശ്വസ്തനായി മാറിയിട്ടുണ്ടായിരുന്നു കുമാർ. ഭൈരവൻ എങ്ങനെയായിരുന്നു ആൾക്കാരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതി ഇപ്പോൾ കുമാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സമയം ഉദയനാകട്ടെ തന്റെ കരിയർ സെറ്റാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ പോലീസിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും ഭാവിയിൽ കണ്ടുമുട്ടിയാൽ
പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.